ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ ഒരു സെറ്റ് എന്താണെന്ന് മനസ്സിലാക്കി. ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് ഒരു സെറ്റിന് എഴുതാൻ റെപ്രസെൻറ്റ് ചെയ്യാൻ രണ്ട് സ്റ്റാൻഡേർഡ് മെത്തേഡ്സ് ഉണ്ട്. ആ മെത്തേഡ്സാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെറ്റിന് എഴുതാൻ വളരെ സിമ്പിൾ അല്ലേ. ഇവിടെ നോക്കൂ, ഇതിപ്പോൾ ഒരു സെറ്റിൻ്റെ എക്സാമ്പിളാണ്. ദ കളക്ഷൻ ഓഫ് വവൽസ് ഇൻ ദി ഇംഗ്ലീഷ് ആൽഫബറ്റ്. ഇതിപ്പോൾ ജസ്റ്റ് ഇംഗ്ലീഷ് വേർഡ്സ് ഉപയോഗിച്ചിട്ട് അങ്ങ് എഴുതി വെച്ചാണ്. ഇതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഇല്ല. ഇത് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഈ സെറ്റ് ഏതാണ് ഉദ്ദേശിക്കുന്നത്, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പക്ഷേ ഇതല്ല മാത്സിൽ സെറ്റിന് എഴുതാൻ ഉപയോഗിക്കുന്ന സ്റ്റാൻഡേർഡ് രീതി. അത് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കണം. മാത്സിനെ പലപ്പോഴും ഒരു ഡിഫറെൻറ്റ് ലാംഗ്വേജ് ആയിട്ട് പരിഗണിക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഓരോ ഭാഷയ്ക്കും അതിൻ്റെതായ വേർഡ്സ് ഉണ്ടാവും, അതിൻ്റെതായ എഴുതുന്ന രീതികളൊക്കെ ഉണ്ടാവില്ലേ. നമ്മൾ മലയാളം എഴുതുമ്പോഴല്ലോ ഇംഗ്ലീഷ് എഴുതുക, മലയാളത്തിലെ വേർഡ്സ് അല്ലല്ലോ ഇംഗ്ലീഷിലെ വേർഡ്സ്. അതേപോലെ തന്നെ മാത്സിൻ്റെതായ ചില സിമ്പിൾസ് ഉണ്ട്, എഴുതുന്ന രീതികളൊക്കെ ഉണ്ട്. അത് കാലാകാലങ്ങളായിട്ട് മാത്തമാറ്റീഷ്യൻസ് മാത്സ് എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഡെവലപ്പ് ചെയ്തെടുത്ത രീതികളാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഈ സെറ്റിന് എഴുതാനും മാത്സിൻ്റെതായ ചില രീതികളുണ്ട്. അപ്പോൾ ഒരു സെറ്റിനെ മാത്സിൽ എഴുതാൻ രണ്ട് സ്റ്റാൻഡേർഡ് മെത്തേഡ്സാണ് ഉള്ളത്. ഞാൻ അതിൻ്റെ പേര് ഇവിടെ എഴുതാം, എന്നിട്ട് വിശദീകരിക്കാം. ആദ്യത്തെ മെത്തേഡിൻ്റെ പേര് റോസ്റ്റർ ഫോം അല്ലെങ്കിൽ ടാബുലർ ഫോം എന്ന് പറയും. രണ്ടാമത്തെ മെത്തേഡിൻ്റെ പേര് സെറ്റ് ബിൽഡർ ഫോം. ഇതിൽ നമ്മൾ ഈ വീഡിയോ ചർച്ച ചെയ്യുക ഫസ്റ്റ് മെത്തേഡ് മാത്രമാണ്. രണ്ടാമത്തെ സെറ്റ് ബിൽഡർ ഫോം നമുക്ക് അടുത്ത വീഡിയോയിൽ ചർച്ച ചെയ്യാം. ഓക്കെ, ഈ റോസ്റ്റർ ഫോം മനസ്സിലാക്കാൻ വളരെ എളുപ്പമാണ്. ഞാൻ ഈ സെറ്റിൻ്റെ റോസ്റ്റർ ഫോം അങ്ങ് എഴുതി തരാം, അപ്പോൾ മനസ്സിലാക്കിക്കോളൂ എങ്ങനെയാണുള്ളത്. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം നമ്മളൊരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അതങ്ങനെ ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ സെറ്റിലെ മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യണം, നിരത്തി എഴുതി വെക്കണം. എഴുതി വെക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഓരോ മെമ്പേഴ്സിൻ്റെ ഇടയിൽ കോമ ഇടണേ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആരൊക്കെ ഉള്ളത്? എ ഇ ഐ ഒ യു. അപ്പോൾ ഞാൻ ആദ്യം എ എഴുതി, എന്നിട്ട് അടുത്ത മെമ്പർ എതിരെ വരുമ്പോൾ കോമ മസ്റ്റാണ്, അത് ഈ മെത്തേഡിൻ്റെ ഭാഗം. അപ്പോൾ ഞാൻ കോമ ഇട്ടു, പിന്നെ ഇ എഴുതി, വീണ്ടും കോമ, ഐ കോമ, ഒ കോമ യു. അപ്പോൾ ഈ സെറ്റിലെ മെമ്പേഴ്സിനെ അവിടെ ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അവസാനം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇതാണ് റോസ്റ്റർ ഫോം. അപ്പോൾ മെത്തേഡ് എങ്ങനെ മനസ്സിലായല്ലോ. ആദ്യം ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് അതിൻ്റെ അകത്ത് സെറ്റിലെ മെമ്പേഴ്സിനെ ലിസ്റ്റ് ചെയ്യണം. ലിസ്റ്റ് ചെയ്യുമ്പോൾ ഓരോ മെമ്പേഴ്സിൻ്റെ ഇടയിൽ കോമ ഇടണം, അവസാനം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യണം. ഇതാണ് റോസ്റ്റർ ഫോം. ഇതിൻ്റെ അകത്ത് നമ്മൾ ഇഷ്ടപ്രകാരം മാറ്റങ്ങൾ വരുത്താൻ പാടില്ല. ഉദാഹരണമായിട്ട് ഇപ്പോൾ ഈ കേളി ബ്രാക്കറ്റ് പകരം ഒരാളിപ്പോൾ ഈ ബ്രാക്കറ്റ് ഉപയോഗിക്കുക. അപ്പോൾ എങ്ങനെ എഴുതും? എ ഇ ഐ ഒ യു ഇങ്ങനെ എഴുതും. പക്ഷേ ഇത് തെറ്റാ, ഇത് പാടില്ല. കാരണം എന്താ അറിയോ, ഈ ബ്രാക്കറ്റിന് മാത്സിൽ വേറെ അർത്ഥമാണ്. ഇത് കണ്ടാൽ സെറ്റാണ് മനസ്സിലാക്കും, ഇത് കണ്ടാൽ അത് പിന്നീട് നിങ്ങൾ മാത്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ മനസ്സിലാക്കിക്കോളും. ഇതിന് മാത്തമാറ്റീഷ്യൻസ് വേറെ അർത്ഥം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും നമ്മൾ ഇഷ്ടപ്രകാരം മാറ്റം വരുത്താൻ പറ്റില്ല. ഞാൻ പറഞ്ഞു മാത്സിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ട് മാത്തമാറ്റീഷ്യൻസ് ഉണ്ടാക്കിയെടുത്ത ഓരോ മെത്തേഡ്സാണ്. അപ്പം ഒരു സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ബ്രാക്കറ്റ് തന്നെ ഉപയോഗിച്ചിരിക്കണം. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഒരു മാറ്റവും നമ്മൾ വരുത്താൻ പാടില്ല. ഓക്കെ, നൈസ്. അപ്പോൾ ഇത് തെറ്റാണ്, ഞാൻ വായിക്കട്ടെ. ഇനി ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ മനസ്സിലാക്കേണ്ട ഒന്ന് രണ്ട് പോയിൻറ്റ്സ് ഉണ്ട്, നമുക്ക് ഓരോന്നായി ചർച്ച ചെയ്യാം. ആദ്യം തന്നെ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം അതിനകത്തുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാമെന്നുള്ളതാണ്. ഉദാഹരണമായിട്ട് ഇതേ സെറ്റിന് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ എഴുതാം. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, അതിൻ്റെ അകത്ത് എ ആദ്യത്തിന് പകരം നമുക്ക് വേണമെങ്കിൽ യു എഴുതാം, പിന്നെ വേണമെങ്കിൽ ഒ എഴുതാം, പിന്നെ വേണമെങ്കിൽ ഐ എഴുതാം, ഇ എ. ഇങ്ങനെ എഴുതിയാലും ഒരു കുഴപ്പമില്ല. ഒരു കാര്യം മനസ്സിലാക്കുക, നമ്മളൊരു സെറ്റിനെ ഏത് മെത്തേഡിൽ എഴുതിയാലും നമ്മൾ അൾട്ടിമേറ്റ് ലക്ഷ്യത്രയേ ഉള്ളൂ. ആ എഴുതിയത് കണ്ടാൽ ആ സെറ്റിൽ ആരൊക്കെ ഉള്ളത് പക്ക ക്ലിയർ ആയിരിക്കണം. ഇപ്പോൾ ഈ സെറ്റിനെ ഇങ്ങനെ എഴുതിയാലും ഇങ്ങനെ എഴുതിയാലും ഈ സെറ്റിൽ ആരൊക്കെ ഉള്ളത് പക്ക ക്ലിയർ അല്ലേ. ഇനിയിപ്പോൾ ഇതേ സെറ്റിന് വേണമെങ്കിൽ ഇങ്ങനെ എഴുതിക്കൂടെ. കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തു, ആദ്യം ഇ എഴുതി, പിന്നെ എ, പിന്നെ ഒ, പിന്നെ ഐ, പിന്നെ യു. ഇങ്ങനെ എഴുതാം. ഇവിടുന്ന് നമുക്ക് മനസ്സിലാവില്ലേ ഈ സെറ്റിൽ ആരൊക്കെ ഉള്ളതെന്ന്. അപ്പം ഒരു സെറ്റിൻ്റെ റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിനെ നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. അതാണ് പോയിൻറ്റ് നമ്പർ 1. നിങ്ങൾ നോട്ടിൽ എഴുതി വെച്ചോളൂ. ഇനി മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ട, ഞാൻ വേറെ എക്സാമ്പിൾ ഇട്ട് കാണിച്ചു തരാം. ഇതാ ഈ സെറ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ദ സെറ്റ് ഓഫ് ലെറ്റേഴ്സ് ഫോമിങ് ദ വേർഡ് സ്കൂൾ. സ്കൂൾ എന്ന വേർഡിൽ ഉപയോഗിച്ച ലെറ്റേഴ്സിൻ്റെ കൂട്ടം. ഇതിൻ്റെ റോസ്റ്റർ ഫോം എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട, നമുക്ക് ഒരുമിച്ച് എഴുതാം. ആദ്യം നമുക്ക് കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്തു, എന്നിട്ട് ഇതിൻ്റെ അകത്ത് ഈ വേർഡിൽ ഉപയോഗിച്ച ലെറ്റേഴ്സ് ഏതെങ്കിലും ഒരു ഓർഡറിൽ എഴുതണം. ഞാൻ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഈ എഴുതിയ ഓർഡറിൽ തന്നെ അങ്ങ് എഴുതാം കേട്ടോ. അപ്പോൾ ആദ്യം എസ്സിന് ഉപയോഗിച്ചിട്ടുണ്ട്, എഴുതി. അതിനുശേഷം കോമടണം, കോമട്ടു. പിന്നെ ആരോ ഉപയോഗിച്ചത് സി ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ എച്ച് ഉപയോഗിച്ചിട്ടുണ്ട്, പിന്നെ ഒ ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്, ഒ ഒരു വീണ്ടും ഇവിടെ എഴുതരുത്. കാരണം ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് എന്താ വേണ്ടത്, ഈ സെറ്റിലെ മെമ്പേഴ്സിനെ അവിടെ എഴുതേണ്ടത്. ഈ സെറ്റിൽ ആരൊക്കെ മെമ്പേഴ്സായിട്ട് വരിക? ഈ വേർഡിൽ ഉപയോഗിച്ച ലെറ്റേഴ്സാണ്. ഈ വേർഡിൽ എസ് ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ എഴുതി. സി ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ ഇവിടെ എഴുതി.
എച്ച് ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ എഴുതി, ഓ ഉപയോഗിച്ചിട്ട് ഞാൻ ഇവിടെ എഴുതി. ഇനി ഓരോ ലെറ്ററും എത്ര തവണ ഉപയോഗിച്ചു എന്ന് ഇവിടുത്തെ ചോദ്യമേ അല്ല. ഈ വേർഡ് ഉണ്ടാക്കാൻ ഏതൊക്കെ ലെറ്റേഴ്സ് വേണം അത് മാത്രമേ ഇവിടെ ചോദ്യം. ഏതൊക്കെ ലെറ്റർ എത്ര തവണ വേണമെന്നുള്ളത് ഇവിടുത്തെ ചോദ്യമല്ല. അപ്പം ഈ വേർഡ് ഉണ്ടാക്കാൻ ഓ വേണം, ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. വീണ്ടും ഓ എഴുതാൻ പാടില്ല, മെമ്പേഴ്സ് റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. അത് റോസ്റ്റർ ഫോമിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പം ഞാൻ ഓ എഴുതി. പിന്നെ ആരാ, എല്ലുണ്ട്, അത് ഞാൻ എഴുതി. ശേഷം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യും. ഇതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊന്നുകൂടി മനസ്സിലാക്കാൻ ഞാൻ വേറെ എക്സാമ്പിൾ കാണിച്ചു തരാം. ഒരു എക്സാമ്പിൾ കൂടി. ഇതാ ഈ സെറ്റ് ഒന്ന് വായിച്ചു നോക്കൂ. ഇവിടെ ഈ വേർഡിൽ ഉപയോഗിച്ച ലെറ്റേഴ്സിൻ്റെ കൂട്ടം. ഇതിൻ്റെ റോസ്റ്റർ ഫോം നമുക്കൊന്ന് എഴുതാം. നിങ്ങൾ ആദ്യം ഒന്ന് പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് എഴുതി നോക്കൂട്ടോ. എനിവേ ഞാൻ ഇവിടെ എഴുതട്ടെ. നമുക്കാദ്യം ഒരു കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൻ്റെ അകത്ത് ഈ വേർഡിൽ ഉപയോഗിച്ച ലെറ്റേഴ്സ് നമുക്ക് ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ഞാൻ തൽക്കാലത്തേക്ക് ഇതേ ഓർഡറിൽ തന്നെ അങ്ങ് എഴുതട്ടെ. അപ്പോൾ ആദ്യം എം എഴുതി, പിന്നെ എ ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ ടി ഉപയോഗിച്ചിട്ടുണ്ട്, ദെൻ എച്ച്, ദെൻ ഇ. ഇനി വീണ്ടും എം ഞാൻ ഇവിടെ ആവർത്തിച്ച് എഴുതണോ? വേണ്ട, എം ഉപയോഗിച്ച് നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ട്. സോ എം ഇനി റിപ്പീറ്റ് ചെയ്യാൻ പാടില്ല. എ വീണ്ടും എഴുതണോ? വേണ്ട, ഇവിടെ എഴുതിയിട്ടുണ്ട്. ടി വീണ്ടും എഴുതണോ? വേണ്ട, ടി എഴുതിയിട്ടുണ്ട്. ഇനി ഐ അത് എഴുതിയിട്ടില്ല, അപ്പോൾ അതിവിടെ എഴുതണം. ദെൻ സി എഴുതിയിട്ടില്ല, അവിടെ എഴുതിയിട്ടുണ്ട്. പിന്നെ എസ് എഴുതിയിട്ടുണ്ടോ? ഇല്ല, അപ്പോൾ അത് എഴുതണം. ശേഷം കേളി ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ക്ലിയർലി? അപ്പോൾ ശ്രദ്ധിക്കുക, റോസ്റ്റർ ഫോമിൽ എഴുതുമ്പം അതിൻ്റെ അകത്ത് ഒരു മെമ്പറിനെ പോലും ആവർത്തിച്ച് എഴുതരുത്. ക്ലിയർ ആണല്ലോ? അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഇഷ്ടമുള്ള ഓർഡറിൽ എഴുതാം. ഇപ്പോൾ ഞാൻ പറഞ്ഞ എന്താണ്, എഴുതുന്ന സമയത്ത് അതിൻ്റെ അകത്തുള്ള മെമ്പേഴ്സിനെ ആവർത്തിച്ച് എഴുതരുത്. നിങ്ങൾക്ക് ഉള്ള ചെറിയ ഡൗട്ടുകളൊക്കെ ഈ വീഡിയോയുടെ താഴെയുള്ള കമൻറ്റ് ബോക്സിലൊക്കെ ചോദിക്കാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം.